അടിത്തറ സേഫാക്കിയ ശേഷം മാത്രം ഇഷ്ടപ്പെട്ടൊരു മേഖലയോട്ട് മാറാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് പറ്റിയൊരു അബദ്ധമാണ് ഈ 2 വർഷം ടൈം ഉണ്ടല്ലോ, അപ്പോൾ അവസാന വർഷം ആകുമ്പോഴത്തേക്കും ജോബ് ലഭിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവസാനം അതും ഇല്ല ഇതും ഇല്ല എന്ന അവസ്ഥ വരുന്നത്. ചിലപ്പോൾ ഓവർ സ്റ്റേ ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഓവർ സ്റ്റേ ചെയ്താലും പ്രശ്നമാണ്. അപ്പോൾ അത് എല്ലാവരും ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ജോലി വരുന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആവശ്യമുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ. ഈ സ്പോൺസർഷിപ്പ് ജോബ് നൽകുന്ന കമ്പനികളെ തിരിച്ചറിയാതെ നമ്മൾ വെറുതെ കടൽ തീരെ എണ്ണുന്ന പോലെ മറ്റു കമ്പനികളിൽ പോയി ജോലി നോക്കുന്ന അങ്ങനെ സമയം കളയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ UK ഗവൺമെൻറ് സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ UK ജോബ് സൈറ്റുണ്ട്, UK സൈറ്റുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികൾ ഏതൊക്കെയാണ് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്തിടാം, നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം, എന്നാൽ നമുക്ക് ലഭിക്കാതെ ഇരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് വിസ ലഭ്യമാക്കുന്ന വേക്കൻസികളുണ്ട്, ഏതൊക്കെ ജോലികളാണ്, ഏതൊക്കെ കമ്പനികൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്തിടാം. അതേസമയം നമുക്ക് ചെറിയ ജോബുകൾ, സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ജോബുകളും ചെയ്യാം. വേണ്ടാന്നല്ല, കാരണം നമുക്ക് ജീവിക്കേണ്ടേ, റെൻറ്റ് കൊടുക്കണം, ഫീസ് അടയ്ക്കണം, കടങ്ങൾ വീട്ടേണ്ടതുണ്ട്, ഫീസ് അടച്ചതിൻ്റെ കടങ്ങൾ വീട്ടേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ടൽ ജോബുകൾ പോലെയുള്ള സ്പോൺസർഷിപ്പ് അല്ലാത്ത ജോബുകൾ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം എൻ്റെ അഭിപ്രായത്തിൽ PSW പീരീഡിന് 1-ാം ദിവസം തൊട്ട് നോക്കി തുടങ്ങണം എന്നുള്ളതാണ്. നമ്മൾ അവസാനത്തേക്ക് വെക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്.